തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്ന് തിരുനാവായയെക്കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. വർഷങ്ങളേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തിരുനാവായ. തിരുനാവായയിലെ പ്രധാന പ്രതിഷ്ഠ പറയുന്നത് നാവാമുകുന്ദനാണ്. നവം എന്നാൽ എന്താ? 9. 9ാമത്തെ വിഗ്രഹമാണ് തിരുനാവായയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിതൃതർപ്പണത്തിന് ഏറെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തിരുനാവായ എന്നെല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലേ. പൊതുവെ ആരും പോവാത്ത സ്ഥലമല്ലല്ലോ തിരുനാവായ. ഏറെ പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടിയാണ് അല്ലേ. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മാമാങ്കം എന്നുള്ള ചടങ്ങ് നടക്കുന്നത് തിരുനാവായയിലാണ്. തിരുനാവായയിലോടടുത്താണ് കൊടക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അതും ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. തിരുനാവായയിലേക്ക് പോയ സമയം അവിടെ 10 ദിവസത്തെ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഈ ഭാഗത്താണ് അന്നദാനം നടക്കുന്ന സ്ഥലം. ഇവിടെ കൊടിമരം എണ്ണയിൽ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ആ വെള്ള തുണിയിൽ വെച്ചിരിക്കുന്നത്, വെള്ള തുണിയുടെ ഭാഗത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ എണ്ണ ഭക്തർക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തിരുനാവായയിൽ തന്നെ നാവാമുകുന്ദൻ്റെ തൊട്ടടുത്ത് അവിടെ കലാകാരന്മാർ സൃഷ്ടിച്ചിരിക്കുന്ന ആർട്ട് വർക്കാണ് കേട്ടോ. ഇതാണ് അയ്യപ്പ ക്ഷേത്രം. താങ്ക് യു ഫോർ വാച്ചിങ്.